കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മാത്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് y is equal to sin square x divided by 1 plus cot x plus cos square x divided by 1 plus tan x, then y dash x is equal to. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. y is equal to sin square x the whole divided by 1 plus cot x plus cos square x the whole divided by 1 plus tan x. Cot x എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ. Cot x എന്ന് വെച്ചാൽ എന്താ? cos x by sin x. tan x എന്ന് പറയുമ്പോഴോ sin x by cos x. So next step, which will be equal to sin square x divided by 1 plus cos x divided by sin x plus cos square x the whole divided by 1 plus sin x by cos x. അപ്പൊ ഈ sin x ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു sin x വരുന്നു. ആ sin x നെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇവിടെ cos x നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിലുള്ള cos x നെ മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെയാവും? which will be equal to sin cube x the whole divided by sin x plus cos x plus cos cube x the whole divided by cos x plus sin x അല്ലെ, which is equal to ഇവിടെ ഡിനോമിനേറ്ററിൽ sin x plus cos x ആണല്ലേ. രണ്ടിടത്തും ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത് sin x plus cos x ആണ്. അപ്പോ എങ്ങനെ എഴുതാം? which will be equal to sin cube x plus cos cube x the whole divided by sin x plus cos x എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി എനിക്ക് ഒരു കാര്യം അറിയാം. a cube plus b cube എന്ന് പറയുന്നത് a plus b into a square plus b square minus ab ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. a cube plus b cube is equal to a plus b into a square plus b square minus ab ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പൊ ഇവിടെ a യുടെയും b യുടെയും പ്ലേസിൽ ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? ഇവിടെ sin cube x plus cos cube x ആണ്. sin x ഉം cos x ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പ്രഷൻ എങ്ങനെ വരുമെന്ന് നോക്കാം. Therefore y of x is equal to, ഇതാണ് y of x എന്ന് പറയുന്നത് അല്ലെ. y of x is equal to a plus b. a plus b എന്ന് വെച്ചാൽ sin x plus cos x അല്ലെ. sin x plus cos x ആണ് a plus b into a square plus b square sin square x plus cos square x minus sin x cos x അല്ലെ. y of x is equal to sin x plus cos x into sin x plus cos x into sin square x plus cos square x minus sin x cos x the whole divided by എന്തുണ്ട്? ഇവിടെ ഒരു sin x plus cos x ഉണ്ട്. divided by sin x plus cos x. ഈ sin x plus cos x ഉം ഈ sin x plus cos x ഉം തമ്മിൽ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്തു പോകും. so which will be equal to sin square x plus cos square x. എന്താ sin square x plus cos square x എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് sin square x plus cos square x എന്ന് പറയുന്നത് അല്ലെ. ഇനി മൈനസ് sin x cos x എന്ന് വെച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയേ, ഇവിടെ എഴുതുവാണേ 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ sin x cos x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sin 2x by 2 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാം? 1 minus sin 2x the whole divided by 2. sin 2x the whole divided by 2 എന്ന് എഴുതാം. അപ്പൊ എനിക്ക് അവിടെ y of x ന്റെ വാല്യൂ എനിക്ക് കിട്ടി. y of x is equal to 1 minus sin 2x by 2 എന്ന് പറഞ്ഞു. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? y dash x is equal to ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. y dash x is equal to എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? y dash x എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്താൽ മതി. which will be equal to 0 minus sin 2x ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? cos 2x into 2. ഇവിടെ ഒരു ഡിവൈഡ് ബൈ 2 കൂടെ ഉണ്ട്. so these 2 and this 2 will be get cancelled. therefore y dash x is equal to minus cos 2x എന്ന് എനിക്ക് കിട്ടി. y dash x is equal to minus cos. അപ്പോ മൈനസ് കോസ് 2x എന്ന് പറയുന്നതാണ് ആൻസർ. അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു ഈ റിലേഷൻ ഓർമ്മിച്ചു കൊടുക്കുക. ഇനി ഈ റിലേഷൻസ് ഇങ്ങനെയുള്ള കുറച്ച് റിലേഷൻസ് ഉണ്ടല്ലോ, ഈ റിലേഷൻസ് എല്ലാമായിട്ട് നമുക്ക് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം.
നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് സൈൻ 31/3π ഈസ് വാല്യൂ ഓഫ് സൈൻ 31π divided by 3 is equal to, ഇതിനെ ഞാൻ എങ്ങനെ എഴുതാൻ പോകുന്ന അറിയോ, സൈൻ ഓഫ് 10π പ്ലസ് π/3 എന്ന് എനിക്ക് എഴുതാം. സൈൻ ഓഫ് 10π പ്ലസ് π/3 എന്ന് എനിക്ക് എഴുതാം. ഇനി സൈൻ ഓഫ് 10π പ്ലസ് π/3 എന്ന് വെച്ചാൽ എത്രയാ അറിയാം, എത്രയാ, സൈൻ π/3 ആണ്. സൈൻ ഓഫ് 10π പ്ലസ് π/3 എന്ന് വെച്ചാൽ എന്തായിരിക്കും, സൈൻ π/3 ആണ്. ഇനി ഈ സൈൻ π/3യുടെ വാല്യൂ എന്താ, സൈൻ π/3 എന്ന് പറയുമ്പോൾ സൈൻ 60യുടെ വാല്യൂ എത്രയാണ് എന്നുള്ള കാര്യം അറിഞ്ഞാൽ മതി. സൈൻ 60യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 ആണ്. സൈൻ 60യുടെ വാല്യൂ ഈ മോഡൽ ക്വസ്റ്റ്യൻ വരും, ഈസി ആണ്. ജസ്റ്റ് എന്താണ് ഈ ഓരോന്നിന്റെ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇയർ സൈൻ π/3 √3/2. ഓപ്ഷനിൽ നോക്കുക, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. If the sides of a triangle are 4, 5 and 6 centimeter, then the area in square centimeter of a triangle is. ഇപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ നമുക്കറിയാം. എക്സ്പ്രഷൻ എന്താ, a is equal to root of s into s minus a into s minus b into s minus c എന്ന് പറയുന്നതാണ് ഏരിയ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ. ഇവിടെ s is equal to a plus b plus c/2 എന്നാണ് s ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഇവിടെ എയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ, a is equal to എത്രയാ, 4 എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, b is equal to 5 എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, c is equal to 6 എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 4 plus 5 plus 6, that is s is equal to 15/2 എന്ന് എനിക്ക് കിട്ടി. s is equal to 15/2. ഇനി ഈ s ന്റെ വാല്യൂ ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഈ ഇക്വേഷനിലൂടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. which will be equal to area is equal to root of 15/2 into 15/2 minus എയുടെ വാല്യൂ എത്രയാ, 4 into 15/2 minus 5 into 15/2 minus 6. Clear അല്ലേ? So which can be written as is equal to area A is equal to root of 15/2 into 15/2 minus 4 എന്ന് പറയുമ്പോൾ 15 minus 8/2 which is equal to 7/2 into 15/2 minus 5 എന്ന് പറയുമ്പോൾ 15 minus 10 divided by 2 which is equal to 5/2 into 15/2 minus 6 is equal to 15 minus 12 divided by 2 is equal to 3/2 എന്ന് എനിക്ക് കിട്ടി. ഇതുവരെ ക്ലിയർ അല്ലേ? So which will be equal to root of 15 into 7 into ഇവിടെ 5 into 3 which is equal to 15 തന്നെ, the whole divided by 16. So 15 നമുക്ക് റൂട്ടിന്റെ പുറത്തേക്ക് എടുത്തൂടെ, 15 into 15 അപ്പൊ 15 divided by 16 റൂട്ടിന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ 4 ആണ് into റൂട്ടിനകത്ത് ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ, 7 മാത്രമേ ഉള്ളൂ. 15/4 into root 7. ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സം ഓഫ് ഓഡ് ഇന്റിജേഴ്സ് ഫ്രം 1 to 2001 ഈസ്. ഇപ്പോ സം ഓഫ് n integers, n odd integers, first n odd integers എന്ന് പറഞ്ഞാൽ, സം ഓഫ് ഫസ്റ്റ് n odd integers എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ n² ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1, 3, 5 എക്സെട്ര അപ് ടു 2001 ഇതിന്റെ സം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എന്താ, n. സോ n ഈസ് ഈക്വൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, സിമ്പിൾ ആണ്. ഇവിടെ 2001 ആണ് ഇവിടുത്തെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്, 1 to 2001. അപ്പൊ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 2000. ഇതിന് തൊട്ട് മുമ്പുള്ള ഈവൻ നമ്പർ ഏതാ, 2000 ആണ്. 2000 divided by 2 plus 1 which will be equal to, which implies the value of n is equal to എത്ര എന്ന് കിട്ടി, 1001 എന്ന് കിട്ടി. n ന്റെ വാല്യൂ കിട്ടി. ഇവിടെ ആൻസർ സിമ്പിൾ അല്ലേ, 1001 the whole square. ഓപ്ഷനിലുണ്ടോ, ഓപ്ഷൻ സി is the right answer. ഇതേ ക്വസ്റ്റ്യൻ ഇനി ചോദിക്കാൻ പറ്റുന്നത് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ, സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് n into n plus 1 എന്ന് ചെയ്താൽ മതി. n into n plus 1 ഈവൻ നമ്പേഴ്സ് ആണ്.
ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് n into n plus 1 എന്നായിരിക്കും. ഇനി സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ചോദിച്ചാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? n into n plus 1 the whole divided by 2. സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ n നാച്ചുറൽ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ n into n plus 1 the whole divided by 2. ഇനി ചോദിക്കുന്നത് ഇപ്പൊ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എക്സെട്ര n സ്ക്വയർ എന്നാണ് വരുന്നത്. ഇതിന്റെ സമ്മാണ് ചോദിക്കുന്നത്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ ഇതിന്റെ സമ്മാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താ? n into n plus 1 into 2n plus 1 the whole divided by 6 എന്നാണ്. ഇനി അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഇപ്പോ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ്. ഫസ്റ്റ് n നമ്പേഴ്സിന്റെ ക്യൂബ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാ. n into n plus 1 the whole divided by 2 the whole square ചെയ്താൽ മതി. n into n plus 1 the whole divided by 2 the whole square. സോ അപ്പൊ ഇത്രയും ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇത്രയും വെച്ചിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. നമുക്ക് ഇനി അടുത്ത സെഷനിൽ വീണ്ടും അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.